الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് തഖ്വയുള്ള ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പവിത്രവും പരിപാവനവുമായ മുഹറം മാസം പിറന്നിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു 12 മാസങ്ങളിൽ മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമായതുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരു മാസം കൂടിയാണ് മുഹറം മാസം. പ്രവാചക തിരുമേനി അതിനെ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഹിജ്റയെ അടിസ്ഥാനമാക്കി ഇസ്ലാമിക കലണ്ടർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് പ്രകാരം മാസങ്ങളിലെ 1-ാമത്തെ മാസവും അവസാനത്തെ മാസവും ഈ പവിത്രമായ മാസങ്ങളാണ്. മുഹറം മാസവും ദുൽഹിജ്ജ മാസവും. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഇസ്ലാമിക ചരിത്രത്തിലും നിർണായകവും സുപ്രധാനവുമായ നാഴികക്കല്ലായി ഭവിച്ചിട്ടുള്ള സംഭവമാണ് ഹിജ്റ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 53 വർഷകാലം ജീവിതം കഴിച്ചുകൂട്ടിയ അവിടുത്തെ ജന്മനാട്, അവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന നാടാണത്. അള്ളാഹുവിന് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള രാജ്യമാണത് എന്നും അവിടുന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ അതിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, പ്രവാചകരെ താങ്കൾ ഈ നാട്ടിലെ നിവാസിയാണ്. പ്രവാചകൻ മക്കക്കാരനാണ്, ഈ നാട്ടുകാരനാണ് എന്ന് ഖുർആൻ ആണയിട്ട് പ്രവാചകൻ്റെ ആ ജീവിതകാലത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. 40 വയസ്സ് പൂർത്തിയായപ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
മക്കയിലെ ജബലന്നൂറിൽ ഹിറാ ഗുഹയിൽ അദ്ദേഹം ഏകാന്തനായിരിക്കുന്ന സന്ദർഭത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വഹീൻ്റെ ആദ്യ വചനങ്ങൾ, പഞ്ചസൂക്തങ്ങൾ ഓതിക്കേൾപ്പിച്ചു കൊടുത്തത്. ലോകത്തിൻ്റെ ഇരുട്ടിന് വെളിച്ചത്തിൻ്റെ ദിവ്യ സന്ദേശം അതിലൂടെ ലഭിക്കുകയായി. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ ഭാരവും പേറി ഹിറാ ഗുഹയിൽ നിന്ന് ജബലുന്നൂർ ഇറങ്ങി തൻ്റെ പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് വരുന്നുണ്ട്. സമ്മിലൂനി സമ്മിലൂനി ദസ്സിറൂനി ദസ്സിറൂനി, എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ള കടന്നു വരുന്നത്. പ്രവാചകൻ്റെ ഈ പ്രത്യേകമായ ഭാവങ്ങളും കണ്ട് ഖദീജ ബീവി റസൂലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വല്ലാഹി ലൻ യുഖ്സിക അല്ലാഹു അബദ, അല്ലാഹുവാണ്, ഒരിക്കലും അവൻ നിങ്ങളെ കൈയൊഴിക്കുകയില്ല. കാരണം ഇന്നക ലതസിലുർ റഹം, ജനങ്ങളുമായുള്ള ബന്ധം, കുടുംബ ബന്ധം സ്ഥാപിക്കുന്നവനാണ് താങ്കൾ. വത്തഖിരിൽ ലൈഫ്, വിരുന്നുകാരെ വിരുന്നൂട്ടുന്നവനാണ്. വതഹ്മിലുൽ കൽ, ജനങ്ങളുടെ ഭാരങ്ങൾ പേറുന്നവനാണ്. വതുഈനു അലാ നവാഇബിദ് ദഹർ, കാലവിപത്ത് വന്ന് ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അവരുടെ കഷ്ടപ്പാട് തീർക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നവനാണ് നിങ്ങൾ. അള്ളാഹു നിങ്ങളെ കൈയൊഴിക്കുകയില്ല എന്ന് സമാശ്വസിപ്പിച്ചുകൊണ്ടാണ് ഖദീജ ബീവി റസൂലിനെ വരവേറ്റത്. മാത്രമല്ല, പ്രവാചകനുണ്ടായ അനുഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ തൻ്റെ ഇബ്നു അമ്മായ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അരികിലേക്ക് റസൂലിനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അദ്ദേഹം വേദഗ്രന്ഥങ്ങളിൽ അവഗാഹമായ പാണ്ഡിത്യവും അറിവുമുള്ള വ്യക്തിയായിരുന്നു. സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം സശ്രദ്ധം കേട്ട് അവസാനം പറയുകയുണ്ടായി, താങ്കളുടെ ജനത ഈ നാട്ടിൽ നിന്ന് താങ്കളെ പുറത്താക്കുമ്പോൾ ഞാൻ ആരോഗ്യത്തോടു കൂടിയുണ്ട് എങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അത്ഭുതത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അവ മുഖ്രിജിയഹും, എൻ്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം അതുവരെ അവർക്ക് പ്രിയപ്പെട്ടവനാണ് റസൂലുള്ള, അൽ അമീൻ, വിശ്വസ്തനാണ്. അവരുടെ എല്ലാ വസ്തുക്കളും വസ്തുതകളും ഒക്കെ തന്നെ റസൂലിൻ്റെ അരികിൽ സൂക്ഷിപ്പ് മുതലായി അവർ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളാണ്. അങ്ങനെയുള്ള എൻ്റെ നാട്ടുകാർ എന്നെ കൈയൊഴിക്കുമോ എന്നാണ് അദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിച്ചത്. വറഖത്ത് ബിൻ നൗഫൽ പറയുന്നുണ്ട്, ഇതുപോലെയുള്ള ദൗത്യം നിർവഹിക്കാനായി ഈ ലോകത്താഗതരായ സകലമാന പ്രവാചകന്മാരും അവരുടെ നാടുകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ ജനത അവരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഈ ദൗത്യം മക്കയിൽ നിർവഹിച്ചു. ഒരുപാട് പരീക്ഷണങ്ങളും പീഡനങ്ങളും പരിഹാസങ്ങളും ആട്ടും തുപ്പും മർദ്ദനങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ടാണ് സ്വന്തം അനുചരന്മാർ അതിനേക്കാൾ കൊടിയ പീഡനങ്ങൾക്ക് മർദ്ദനങ്ങൾക്ക് വിധേയരായി കഷ്ടപ്പെടുന്നത് നേരിൽ കണ്ടുകൊണ്ടാണ്. പലപ്പോഴും അവരെ ആശ്വസിപ്പിച്ചു റസൂലുള്ളാഹി സബ്റൻ യാ അഹ്ല യാസിർ വലക്കുമുൽ ജന്ന, നിങ്ങൾ ക്ഷമിക്കുക, അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ ആശ്വസിപ്പിച്ച് കഴിഞ്ഞ റസൂലിനെ വരെ പിന്നെ വധിക്കാനുള്ള ഗൂഢാലോചന നടത്തിയവർ. എല്ലാ പ്രധാന ഗോത്രങ്ങളിൽ നിന്നും ഓരോരോ പ്രതിനിധികളെ നിയോഗിച്ചുകൊണ്ട് 11 അംഗ സംഘത്തെയാണ് റസൂലിനെ വധിക്കാൻ വേണ്ടി അവർ നിയോഗിച്ചത്. അങ്ങനെയുള്ളൊരു ഘട്ടം വന്നപ്പോഴേക്കും പ്രവാചകന്റെ അനുമതിയോടുകൂടി അവിടുത്തെ അനുചരന്മാർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തുനിന്നു.
അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂലേ ഞാനും പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, നിങ്ങൾക്ക് നേരമായിട്ടില്ല എന്ന് പറഞ്ഞു. പ്രവാചകന്റെ സഹയാത്രികനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂടെ കൂട്ടാനായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഹിജ്റക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. അള്ളാഹു നിശ്ചയിച്ച ദിവസം മക്ക വിട്ട് യസ്രിബ് നാട്ടിലേക്ക് പോകാൻ വേണ്ടി മക്കയിൽ നിന്ന് 480 കിലോമീറ്റർ അങ്ങോട്ട് നടന്നു പോകണം, എന്നാലേ യസ്രിബ് എന്ന ആ ദേശത്തെത്തുകയുള്ളൂ. വളരെയധികം ആസൂത്രണത്തോടുകൂടി, ദീർഘദൃഷ്ടിയോടുകൂടി, സമർത്ഥമായ ചുവടുവെപ്പുകളോടുകൂടി, ചടുലമായ നീക്കങ്ങളോടുകൂടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സംഭവം ചരിത്രം നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. വിശ്വാസികളായ നമുക്ക് അതിലൊരുപാട് പാഠമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്രക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു. 2 ഒട്ടകങ്ങളെ പ്രത്യേകമായി തയ്യാറാക്കി നിർത്തി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് സാധാരണ ആളുകൾ യാത്ര ചെയ്യുന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായി കുറുക്കു വഴി അറിയുന്ന ആളുകളെ അന്വേഷിച്ചു നടന്നു. മുസ്ലിങ്ങളിൽ അങ്ങനെ ഒരാളില്ല. ഉള്ള ആള്, വഴി അറിയുന്ന ആള് മുശ്രിക്കാണ്, ബഹുദൈവ വിശ്വാസിയാണ്. പക്ഷെ അദ്ദേഹം വിശ്വസ്തനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് അല്ലൈസി, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുദൈവ വിശ്വാസിയായ ആ സഹോദരനെ വളരെ സുപ്രധാനമായി ഈ യാത്രയിൽ അദ്ദേഹം വിശ്വസ്തനാണ് എന്നതിനാൽ തൻ്റെ വഴികാട്ടിയായി നിശ്ചയിച്ചു. ഒരുങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് തൻ്റെ വീട്ടിൽ, തൻ്റെ കട്ടിലിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കിടത്തി. മാത്രമല്ല പുറപ്പെടുന്നതിന് മുമ്പ് മക്കക്കാരായ ആളുകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കൊടുത്തിട്ടുള്ള അമാനത്ത് സ്വത്തുക്കൾ, അത് ആരുടേതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ലിസ്റ്റും ആ വസ്തുക്കളുമൊക്കെ അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി ഏൽപ്പിച്ചു. ഞങ്ങളുടെ സ്വത്തും കൊണ്ടാണ് മുഹമ്മദ് നാട് വിട്ടത് എന്ന് ദുഷ്പ്രചരണം നടത്താതിരിക്കാൻ വേണ്ടി അത്രക്കും വിശ്വസ്തനായിരുന്നു റസൂലുള്ളാഹി. ശത്രുത വെച്ചു പുലർത്തുന്നതോടൊപ്പം തന്നെ അവരുടെ വസ്തുക്കളൊക്കെ സൂക്ഷിക്കാൻ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസ്തൻ അപ്പോഴും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അങ്ങനെ ശത്രുക്കൾ പ്രവാചകന്റെ വീട് വളഞ്ഞു. രാത്രി നേരം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ നിന്ന് അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ് നടക്കുന്നത്. മദീനയിലേക്ക് പുറപ്പെടുമെന്ന ധാരണ ശത്രുക്കൾക്കുണ്ടായിട്ടും മദീനയുടെ എതിർദിശയിലേക്കാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സഞ്ചരിച്ചത്. സൗർ ഗുഹയിലേക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി ഓരോരുത്തർക്ക് വിഭജിച്ചു കൊടുത്തുകൊണ്ട് തൻ്റെ ദൗത്യപൂർത്തീകരണം നടത്തുന്നത് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മകൾ അസ്മ റളിയല്ലാഹു അൻഹ ആ ഗുഹയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്കുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള ചുമതല അവർക്കായിരുന്നു. തൻ്റെ അരപ്പട്ട കീറി ഭക്ഷണപ്പൊതികൾ വാഹനപ്പുറത്ത് വെച്ച് കെട്ടി അവർ അങ്ങോട്ട് കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട്. ചരിത്രത്തിൽ അവർ ദാത്തുൻ നിതാഖൈൻ, 2 അരപ്പട്ടയുള്ളവൾ എന്ന പേരിൽ അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നടന്നു പോയ ഒട്ടകക്കാൽപ്പാടുകൾ മണലിൽ നിന്ന് മായ്ച്ചു കളയാൻ വേണ്ടി ആമിർ ഇബ്നു ഫുഹൈറയെ ആ വഴിയിലൂടെ തൻ്റെ ആട്ടിൻ പറ്റങ്ങളെയും തെളിച്ചു കൊണ്ടുപോകാനുള്ള നിർദ്ദേശം കൊടുത്തു. മാത്രമല്ല സ്വന്തം മകൻ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കറിനോട് പകൽ സമയങ്ങളിൽ അങ്ങാടിയിലൂടെ നടന്നുകൊണ്ട് അങ്ങാടി വർത്തമാനങ്ങൾ, നാട്ടുകാരുടെ സംസാരങ്ങൾ എന്താണെന്നറിയാനും ശത്രുക്കളുടെ നീക്കങ്ങൾ മനസ്സിലാക്കാനും രാത്രി നേരമാകുമ്പോൾ അതൊക്കെ
സൗർ ഗുഹയിലെത്തി റസൂലിനെ അറിയിക്കാനുമൊക്കെ പ്രത്യേകമായി ഏർപ്പാട് ചെയ്തു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. സൂറ ഇസ്രായിൽ ആ പ്രാർത്ഥന എടുത്തു പറയുന്നുണ്ട്. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ് വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ. അല്ലാഹുവേ, എന്നെ നീ സത്യത്തിൻ്റെ പ്രവേശന സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കണമേ. നീ എന്നെ നന്മയുടെ വഴിയിൽ നിന്ന് വഴിയിലേക്ക് വഴി നടത്തേണമേ എന്നുള്ള ഈ പ്രാർത്ഥന, എനിക്കതിനുള്ള ശക്തിയും കഴിവും നീ നൽകണമേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇല്ലാ തൻസുറൂഹു, നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഫഖദ് നസറഹുല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കിയ സന്ദർഭത്തിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹിയും സൗർ ഗുഹയിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് എല്ലാ ദിക്കുകളിലേക്കും ശത്രുക്കൾ ആളുകളെ പറഞ്ഞയച്ചു. പ്രവാചകനെ ജീവനോടെയോ അല്ലെങ്കിൽ പ്രവാചകന്റെ ജഡമോ തന്നെയെങ്കിലും അവരുടെ മുമ്പിൽ കൊണ്ടുവന്നാൽ 100 ഒട്ടകങ്ങളായിരുന്നു അവർ ഇനാം പ്രഖ്യാപിച്ചിരുന്നത്. അത് കിട്ടാൻ വേണ്ടി നെട്ടോട്ടമോടുകയാണ് എല്ലാവരും. അങ്ങനെ അവർ സൗർ ഗുഹയുടെ മുകളിലും എത്തുന്നുണ്ട്. അവരിങ്ങനെ 4 ദിക്കുകളിൽ നിൽക്കും നോക്കുകയാണ്. ഗുഹക്കുള്ളിൽ ഇവർ 2 പേരുമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിനോട് പേടിയോടുകൂടി പറയുന്നുണ്ട്, റസൂലേ, അവരെങ്ങാനും തങ്ങളുടെ കാലിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ കണ്ടത് തന്നെ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സാനിയ സുനൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ, 2 പേരിൽ ഒരാളായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സന്ദർഭം ഇത് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, തൻ്റെ കൂട്ടുകാരനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നീ ദുഃഖിക്കേണ്ടതില്ല, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന ഈ വിചാരം, ഈ ബോധം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്കുണ്ടാകണം എപ്പോഴും എന്ന് തൻ്റെ സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ സമാധാനം സക്കീനത്ത് പ്രവാചകന് ഇറക്കിക്കൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു സൈന്യത്തെ കൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചു. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല, സത്യനിഷേധികളുടെ വാക്കിനെ അങ്ങേയറ്റം ഇകഴ്ത്താൻ വേണ്ടി വജഅല കലിമത്തല്ലാഹി വകലിമത്തല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിൻ്റെ വചനത്തെ പരമോന്നതമാക്കുവാൻ വേണ്ടി തൻ്റെ ദൂതനെ അള്ളാഹു സഹായിച്ചു. അല്ലാഹു അസീസുൻ ഹകീം, അള്ളാഹു സുബ്ഹാനഹു വ തആല യുക്തിമാനാകുന്നു, അവൻ പ്രതാപശാലിയാകുന്നു. അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ടായി. നോക്കൂ നിങ്ങൾ, ഈ ഹിജ്റയിൽ വിശ്വാസികളായ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്. ഓരോരുത്തരെയും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അവർ ഏറ്റെടുത്ത് നിർവഹിക്കേണ്ട ചുമതല ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ജോലികൾ വീതിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഏതൊരു പരിപാടിയും പദ്ധതിയും വിജയകരമായി ആസൂത്രണം ചെയ്യണമെങ്കിൽ നമ്മൾ ഏതേതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. കാര്യക്ഷമത ഒന്നാമതായി നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്, കോമ്പിറ്റൻസ്. അതേപോലെ തന്നെ കമ്മിറ്റ്മെന്റ്, പ്രതിജ്ഞാബദ്ധത. അതിലെല്ലാം ഉപരി കറേജ്, ധീരത. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. ഈ 4 ഘടകങ്ങളും ഒരുമിച്ച് കൂടി
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂടെയുള്ള എല്ലാ ആളുകളെയും ഈ യാത്രയിൽ പങ്കുകാരാക്കി. എത്രത്തോളം എന്ന് വെച്ചാൽ ബഹുദൈവ വിശ്വാസിയായ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്തുൽ ലൈസിയുടെ സഹായം വരെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഹിജ്റ യാത്രയിൽ തേടി എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ടായി. പ്രവാചകൻ മദീനയിലെത്തുന്നതിന് മുമ്പ് തന്നെ ശത്രുക്കൾ പ്രവാചകൻ അന്വേഷിച്ചു നടന്നു. സുറാഖത്ത് ബിൻ മാലിക് അന്നറിയപ്പെടുന്ന അശ്വഭടനായിരുന്നു. എനിക്കെന്തായാലും ആ 100 ഒട്ടകങ്ങൾ നേടണം എന്ന വാശിയോടുകൂടി അദ്ദേഹം മക്കയുടെ എല്ലാ ദിക്കുകളിലേക്കും മദീനയിലേക്ക് പോകാൻ സാധ്യതയുള്ള എല്ലാ ദിക്കിലേക്കും അദ്ദേഹം സഞ്ചരിച്ചു. അവസാനം പ്രവാചകന്റെ നിഴൽ വളരെ ദൂരെ അദ്ദേഹം കാണുകയും എനിക്ക് ആ 100 ഒട്ടകങ്ങൾ എൻ്റെ കയ്യിലൊതുക്കാൻ കഴിഞ്ഞു എന്ന ആവേശത്തോടുകൂടി കുതിരയെ വേഗത്തിൽ ഓടിക്കുകയും ചെയ്തു. പ്രവാചകന്റെ അരികിലെത്താനാവാതെ അദ്ദേഹത്തിൻ്റെ കുതിരയുടെ കാലുകൾ മണലിൽ ആഴ്ന്നു പോകുന്നതാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. കുതിരയ്ക്ക് എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് ബോധ്യമായില്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും എനിക്ക് പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, റസൂലിനോട് സഹായം തേടി, പ്രവാചകരെ എന്നെ രക്ഷിക്കണം, ഞാൻ ഈ മരുഭൂമിയിൽ കിടന്ന് നശിച്ച് തുലഞ്ഞ് ഇവിടെ എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരും, എന്നെ സഹായിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങളെ കണ്ട വിവരം നീ ആരോടും പറയാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു നടക്കാൻ സാധിച്ചു. മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ള അദ്ദേഹത്തോട് പറയുന്നുണ്ട്, യാ സുറാഖ കഅന്നി ബിക വഖദ് ലബിസ്ത സവാരി കിസ്റ, നീ നിന്റെ കയ്യിൽ കിസ്റയുടെ വളകൾ അണിയുന്നത് ഞാൻ കാണുന്ന പോലെയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ദീൻ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് വിജയം നൽകുകയും കിസ്റയുടെയും കൈസറിൻ്റെയും കൊട്ടാരങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തി അവിടെയുള്ള സമരാർജിത സമ്പത്തുകളൊക്കെ വിശ്വാസികൾ അധീനപ്പെടുത്തുകയും ചെയ്യുന്നൊരു സാഹചര്യവും കാലവും വരാനുണ്ട്. നിന്റെ കൈത്തണ്ടകളിൽ കിസ്റയുടെ വളകൾ ഞാൻ കാണുന്ന പോലെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുറാഖയെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് പിന്നെ കിസ്റ സാമ്രാജ്യം അത് കീഴ്പ്പെടുന്നതും മുസ്ലിങ്ങൾ അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നതും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഐന സുറാഖ, സുറാഖ എവിടെ? പ്രവാചകന്റെ ഈ പ്രവചനം യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ട് എന്ന്. ഇങ്ങനെ ഹിജ്റ നമ്മൾ പഠിക്കേണ്ട, പകർത്തേണ്ട ഒരു വലിയ സംഭവമാണ്. ഓരോരോ ഘട്ടങ്ങളിലും സഹാബികൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ത്യാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു റോമക്കാരനാണ്. ഈ ദീൻ സ്വീകരിച്ച് മക്കയിൽ വന്ന് താമസിക്കുന്ന ആളാണ്. ദരിദ്രനായിയാണ് മക്കയിലേക്ക് അദ്ദേഹം കുടിയേറിയത്. തൻ്റെ കഠിനാധ്വാനവും പ്രയത്നവും നിമിത്തം കച്ചവടം ചെയ്ത് അദ്ദേഹം സമ്പന്നനായി, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഹിജ്റ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ശത്രുക്കൾ വളഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ ഒന്നുമില്ലാത്തവനായാണ് ഞങ്ങളുടെ നാട്ടിൽ വന്നത്, എല്ലാം സമ്പാദിച്ചത് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ്, ഇവിടെ വിട്ടുപോകുമ്പോൾ ഒന്നും നീ കൊണ്ടുപോകാൻ പാടില്ല. അദ്ദേഹം ഒന്നും മക്കയിൽ നിന്ന് കൊണ്ടുപോകാതെ മദീനയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ഈ വിവരം അറിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, റബിഹർ റൂമി റബിഹ അൽ ബൈഉ അബാ യഹ്യ, അബൂ യഹ്യ, താങ്കളുടെ കച്ചവടം ലാഭകരമായി തീർന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗമാണത്. മൻ തറക ശൈഅൻ ലില്ലാഹ് അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻഹു. അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഒഴിവാക്കുകയാണെങ്കിൽ അവർ ഒഴിവാക്കിയതിന് പകരമായി അള്ളാഹു ധാരാളം നന്മകൾ അവർക്ക് ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ്.
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വന്തം ജീവനും ജീവിതവും സമ്പത്തും ഒക്കെ ത്യജിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സഹാബത്തിന്റെ ചരിത്രമാണ് സഹോദരങ്ങളെ നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഹിജ്റ വർഷം ആരംഭിക്കുന്ന ആദ്യ മാസത്തിന്റെ ഈ ആദ്യ ദിവസങ്ങളിൽ ഈ സംഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഹിജ്റ എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ കാലത്ത് തെറ്റുകളിൽ നിന്നുള്ള തിരിഞ്ഞു നടത്തമായി മാറേണ്ടതുണ്ട്. റസൂലുള്ളാഹി അതാണ് പറഞ്ഞത്, വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ഒരു മുഹാജിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിഷിദ്ധമാക്കിയിട്ടുണ്ടോ, വിലക്കിയിട്ടുണ്ടോ, വിരോധിച്ചിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കുന്നവരായിരിക്കണം, ത്യജിക്കുന്നവരായിരിക്കണം, അതിനെ കൂട്ടുപിടിക്കുന്നവരാകരുത് എന്നതാണ്. ആ ഹിജ്റയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ളത്. സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ അനുസരിക്കാനുള്ള, അനുധാവനം ചെയ്യാനുള്ള സന്നദ്ധത, ആ വലിയ ത്യാഗമാണ് ഈ സന്ദർഭത്തിൽ നമുക്കൊക്കെ അനുഷ്ഠിക്കാനുള്ളത്. അങ്ങനെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുന്ന വിശ്വാസികളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അജ്ഞാനവർത്തികളായി ഇഷ്ടദാസന്മാരായി തഖ്വയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബേ, നീ അതിന് ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹിജ്റയെക്കുറിച്ച് ഒരിക്കൽ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ലാ ഹിജ്റ ബഅദൽ ഫതഹ്. ഫതഹിന് ശേഷം ഹിജ്റയില്ല, മക്കം ഫതഹിന് ശേഷം. വലാകിൻ ജിഹാദുൻ വനിയ്യ. പിന്നെ ഉള്ളതെന്താണ്? ജിഹാദുൻ വനിയ്യത്തുൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ത്യാഗങ്ങളാകുന്നു, ദൈവിക മാർഗത്തിലുള്ള പരിശ്രമങ്ങളാണ്. നിങ്ങൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും നല്ല നിയ്യത്തോടുകൂടി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്നും പരലോകത്ത് മോക്ഷം ലഭിക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളാണ് ഉള്ളത്. വൈദസ്തുംഫിർതും ഫംഫിറു. എന്നാൽ നാട് വിട്ടുപോകാൻ നിങ്ങൾ നിർബന്ധിതരാക്കപ്പെടുന്ന സന്ദർഭമുണ്ടാവുകയാണ് എങ്കിൽ, നാട് വിട്ടുപോകാൻ നിങ്ങൾ നിർബന്ധിതരായാൽ ഫംഫിറു, നിങ്ങൾ നാട് വിട്ടു പോകേണ്ടി വരും. ഇതാണ് ഹിജ്റയെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള മറുപടി. സഹോദരങ്ങളെ, പുതിയ വർഷം വരുമ്പോൾ നമ്മുടെ വയസ്സ് കൂടുകയാണ്. നമ്മുടെ വയസ്സ് കൂടുമ്പോൾ നമ്മുടെ ആയുസ് കുറയുകയാണ്. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ. രാവും പകലും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച അവധി പറ്റിയാൽ ഇവിടുന്ന് നമ്മൾ യാത്രയാകേണ്ടി വരും. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ദീർഘദൃഷ്ടിയുള്ള ആളുകൾക്ക് രാവും പകലും മാറി മാറി വന്ന് നമ്മുടെ ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിൽ പോലും ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ തനിച്ചായതുപോലെ തന്നെ ഖബറിൻ്റെ ഉള്ളിൽ നമ്മൾ ഒറ്റക്കാകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. റബ്ബിൻ്റെ മുമ്പിൽ ഏകനായി നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസത്തിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. فَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ. നല്ല നിയ്യത്തോടുകൂടി അണുത്തൂക്കം നന്മ ആര് ചെയ്താലും അന്നവൻ അത് കാണും. അണുത്തൂക്കം തിന്മയാണെങ്കിലും അതിൻ്റെ പരിണിതി അവൻ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളും സുഹൃതങ്ങളും വർദ്ധിപ്പിക്കുന്ന പുണ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി
അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും കടബാധ്യതയാലും ഒക്കെ തന്നെ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഈ പ്രയാസങ്ങളിൽ നിന്നെല്ലാം റഹ്മാനെ അവരെ നീ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങളുടെ കണ്ണുകളെ കുളിർപ്പിക്കുകയും മനസ്സിന് ശാന്തി നൽകുകയും ചെയ്യണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.